ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടോംസ് FSO ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലിപ്പിഡ്സിനെ പറ്റിയാണ്. ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഒറിജിൻ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ലിപ്പിഡ്സിന് ഒരിക്കലും വെള്ളത്തിൽ സോലുബിൾ ആവാൻ പറ്റില്ല. അതുകൊണ്ട് ലിപ്പിഡ്സ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. വെള്ളത്തില് ഇൻസോലുബിൾ ആണ് ലിപ്പിഡ്സ്. എന്നാൽ ലിപ്പിഡ്സ് എവിടെയാണ് സോലുബിൾ ആവുന്നത്? നോൺ പോളാർ സോൾവെന്റ്സിലാണ് ലിപ്പിഡ്സ് സോലുബിൾ ആവുന്നത്. ആ നോൺ പോളാർ സോൾവെന്റ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? നോൺ പോളാർ സോൾവെന്റ്സ് സച്ചസ്, അതിൻ്റെ അകത്ത് ഈതറിനെ പറ്റി പറയുന്നുണ്ട്. ഈതർ, പിന്നെ ക്ലോറോഫോം, പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ബെൻസീൻ. മൂന്ന് എക്സാമ്പിളുകൾ പറയുന്നുണ്ട് നോൺ പോളാർ സോൾവെന്റ്സിനെ പറ്റി. ആ 3 എക്സാമ്പിളില് നമുക്ക് എങ്ങനെ ഇത് ഓർക്കും? നിങ്ങൾ ഇത് ലിപ്പിഡ്സ് ആണെന്ന് ഓർക്കാൻ ജസ്റ്റ് ബെഞ്ച് എന്ന് എഴുതുക. BENCH. ഈ CH എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലോറോഫോം. അതുപോലെ BE ബെൻസീൻ കിട്ടി. ഈ തന്നെയാണ് നമ്മുടെ ഈതർ. അപ്പം ഈ പറയുന്ന സാധനങ്ങളില് ലിപ്പിഡ്സ് സോലുബിൾ ആണ്. അപ്പൊ ലിപ്പിഡ്സ് ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ലിപ്പിഡ്സ് ആർ സോലുബിൾ ഇൻ വിച്ച് അമംഗ് ദ ഫോളോയിങ്, അല്ലെങ്കിൽ ലിപ്പിഡ്സ് സോലുബിൾ അല്ലാത്തത് എവിടെ? അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഈ പോർഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ലിപ്പിഡ്സിന്റെ കേസ് പറഞ്ഞല്ലോ, ലിപ്പിഡ്സ് ആർ പ്ലാന്റ് ഒറിജിൻ അല്ലെ ബയോളജിക്കൽ ഒറിജിൻ ഉള്ള ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് ലിപ്പിഡ്സ്. ഇനി ലിപ്പിഡ്സിന്റെ കേസ് എടുത്താൽ ലിപ്പിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ പിന്നെ വരുന്നുണ്ട്. അതിനു മുമ്പേ ലിപ്പിഡ്സിന് ഹെട്രോജീനിയസ് ഗ്രൂപ്പ്സ് ഓഫ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നുണ്ട്. സെൽസിൽ കാണുന്ന ഹോമോജീനിയസ് അല്ല, ഹെട്രോജീനിയസ് കോമ്പൗണ്ട്സ് ആണ് നമ്മുടെ ലിപ്പിഡ്സ്. ലിപ്പിഡ്സിന് ഏതൊക്കെ ടൈപ്പ് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ലിപ്പിഡ്സ് ആർ ഇൻക്ലൂഡ് ലൈക്ക് ലിപ്പിഡ്സിൽ വരുന്നതാണ് ഫാറ്റ്സ്, ഓയിൽസ്, ഫാറ്റ് വരും, ഓയിൽസ് വരും, പിന്നെ വാക്സസ് വരും, പിന്നെ സ്റ്റിറോയിഡ്സ് വരും, പിന്നെ വൈറ്റമിൻസ് വരും, പിന്നെ റിലേറ്റഡ് കോമ്പൗണ്ട്സ് വരും. ഇതെല്ലാം ലിപ്പിഡ്സിൽ വരുന്ന കോമ്പൗണ്ടുകളാണ്. ഫാറ്റ്സ്, ഓയിൽസ്, വാക്സസ്, സ്റ്റിറോയിഡ്സ്, വൈറ്റമിൻസ് ആൻഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സ്. വൈറ്റമിൻസ് പറയുമ്പോൾ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ക്ലാസിഫിക്കേഷനിലേക്കാണ്. ലിപ്പിഡ്സിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 3 ടൈപ്പ്. ആദ്യം പറയുന്നത് സിമ്പിള്, രണ്ടാമത് പറയുന്നത് കോമ്പൗണ്ട്, മൂന്നാമത് പറയുന്നത് ഡിറൈവ്ഡ്. 3 രീതിയിലാണ് നമ്മൾ ലിപ്പിഡ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് വേരിയസ് ആൽക്കഹോൾ. ആൽക്കഹോള് മാത്രം ഉള്ളതിന് പറയുന്ന പേരാണ് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ആൽക്കഹോൾ ആണ് നമ്മുടെ സിമ്പിൾ ലിപ്പിഡ്സ്. കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് വെച്ചാല് കോമ്പൗണ്ട് ലിപ്പിഡ്സും എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് ആണ്. പക്ഷേ അഡീഷണൽ ആയിട്ട് അതിനൊരു ആൽക്കഹോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ ഗ്രൂപ്പും ഉണ്ട്, ഫാറ്റി ആസിഡും ഉണ്ട്. അഡീഷണൽ ആയിട്ട് ആൽക്കഹോൾ ഗ്രൂപ്പ്, ഫാറ്റി ആസിഡ് ഉണ്ട് നമ്മുടെ കോമ്പൗണ്ട് ലിപ്പിഡില്. അഡീഷണൽ ടു ആൽക്കഹോൾ ആൻഡ് ഫാറ്റി ആസിഡ് അഡീഷണൽ ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരിക്കും. ഇനി ഫോസ്ഫോലിപ്പിഡ്സ് നമ്മുടെ കോമ്പൗണ്ട് ലിപ്പിഡ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് സിമ്പിൾ ലിപ്പിഡിലോട്ട് പോവാം. സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് വേരിയസ് ആൽക്കഹോൾ ആണ് സിമ്പിൾ ലിപ്പിഡ്. ഇനി അതിന്റെ എക്സാമ്പിൾ ആയിട്ട് അതിനെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം പറയുന്നത് ഫാറ്റ്സ്, പിന്നെ വാക്സസ്. ഫാറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റ്സ് എന്ന് വെച്ചാല് they are the esters of fatty acid with glycerol. ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആണ് ഫാറ്റ്. ഫാറ്റ് എന്ന് പറയുമ്പോൾ ഗ്ലിസറോൾ വരുന്നുണ്ടെന്ന് ഓർക്കണം. ഫാറ്റി ആസിഡിന് ഒപ്പം ഗ്ലിസറോൾ കൂടി വരുന്നതാണ് ഫാറ്റ്സ്. They are also called triglyceride or neutral. ഫാറ്റ്സിന് നമ്മൾ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂട്രൽ ആസിഡ് എന്ന് പറയുന്നുണ്ട്. ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ ന്യൂട്രൽ ആസിഡ് അല്ല, ന്യൂട്രൽ ഫാറ്റ് എന്നാണ് പറയുന്നത്. ന്യൂട്രൽ ഫാറ്റ്, ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ ന്യൂട്രൽ ഫാറ്റ്. എങ്ങനെ ട്രൈഗ്ലിസറൈഡ് എന്നുള്ള വാക്ക് കിട്ടും? നിങ്ങൾ ഫാറ്റ് എന്ന് എഴുതി നോക്കിക്കേ. FAT 1 2 3
അപ്പൊ 3 എന്ന് വെച്ചാൽ ട്രൈ ഗ്ലിസറൈഡ് ഉണ്ട്. ഗ്ലിസറൈഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഗ്ലിസറോൾ ഉണ്ട്. അപ്പോൾ ട്രൈ ഗ്ലിസറൈഡ് എന്ന് പേര് കിട്ടും. അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് ന്യൂട്രൽ ഫാറ്റ്. ന്യൂട്രൽ ഫാറ്റ് എന്ന് എങ്ങനെ കിട്ടും? അല്ല, പൊന്തത്തടിയുള്ള ആള് സൈക്കിൾ ഇരുന്ന് അല്ലെങ്കിൽ ഒരു ബൈക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുക, പെട്ടെന്ന് ഒരാൾ ആസിഡ് ഒഴിക്കുമ്പോൾ കൈവിട്ട് ന്യൂട്രൽ ആയി പോകും. അതാണ് ന്യൂട്രൽ ഫാറ്റ്. അപ്പൊ കിട്ടിയല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞത് സിമ്പിൾ ലിപ്പിഡ്. സിമ്പിൾ ലിപ്പിഡിന് രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ഫാറ്റ്. ഇനി പറയാൻ പോണ വാക്സ്. വാക്സ് എന്ന് വെച്ചാല് ഫാറ്റി ആസിഡ് ഓഫ് എസ്റ്റേഴ്സ് ഓഫ് ആൽക്കഹോൾ അതർ ദാൻ ഗ്ലിസറോൾ. ഗ്ലിസറോൾ അല്ലാതെ ഏതൊക്കെ വരുന്നുണ്ട് അതെല്ലാമാണ് നമ്മുടെ വാക്സ്. അപ്പൊ സിമ്പിൾ ലിപ്പിഡ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പറയാൻ പോകുന്നത് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആണ്. കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആർ എസ്റ്റർ ഓഫ് ഫാറ്റി ആസിഡ്. അതിന് കൂടാതെ അഡീഷണൽ ടു ആൽക്കഹോൾ എ ഫാറ്റി ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. അഡീഷൻ ടു ആൽക്കഹോളും ഫാറ്റി ആസിഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഫോസ്ഫോലിപ്പിഡ്. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് എക്സാമ്പിൾ അല്ല, ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് കോമ്പൗണ്ട് ലിപ്പിഡ്സിൽ. ഫോസ്ഫോലിപ്പിഡ്സ് എന്നും നോൺ ഫോസ്ഫോലിപ്പിഡ്സ് എന്നും വരുന്നുണ്ട്. ഫോസ്ഫോലിപ്പിഡ്സിൽ വരുന്നതാണ് ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സും സ്പിഞ്ചോ ഫോസ്ഫോലിപ്പിഡ്സും. സ്പിഞ്ചോ ഫോസ്ഫോലിപ്പിഡ്സിൽ വരുന്നതാണ് ഗ്ലൈക്കോ ലിപ്പിഡ്സും ഫോസ്ഫോലിപ്പിഡ്സ് എന്നും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് ലിപ്പിഡ്സിൽ തന്നെ ക്ലാസിഫിക്കേഷൻ. ഇനി ഫോസ്ഫോലിപ്പിഡ്സ് എന്താണ്? ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത് കണ്ടെയ്നിങ് ഫാറ്റി ആസിഡ്, ആൽക്കഹോൾ ആൻഡ് എ ഫോസ്ഫോറിക് ആസിഡ് റെസിഡ്യൂ. ഫോസ്ഫോറിക് ആസിഡ് റെസിഡ്യൂ കൂടെ വരുന്നതിനാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഇതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഫോസ്ഫോലിപ്പിഡ്സിനെ ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സ് എന്നും സ്പിഞ്ചോ ഫോസ്ഫോലിപ്പിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിറൈവ്ഡ് ലിക്വിഡ്സ് ആർ ദ ഫ്രീ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അവിടെ എന്തൊക്കെയുണ്ട്? ഫാറ്റി ആസിഡ് ഉണ്ട്, ഗ്ലിസറോൾ ഉണ്ട്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, പിന്നെന്തുണ്ട്? സ്റ്റീറോൾ ഉണ്ട്, പിന്നെ ആൽക്കഹോൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിറൈവ്ഡ് ലിപ്പിഡിലുള്ളത്. ഡിറൈവ്ഡ് ലിപ്പിഡിന്റെ അകത്ത് പിന്നെ പറയുന്ന ഫാറ്റി ആൽഡിഹൈഡ് ഉണ്ട്, കീറ്റോൺ ബോഡി ഉണ്ട്, ഹൈഡ്രോകാർബൺ ഉണ്ട്, ലിപ്പിഡ് ഇൻസോലുബിൾ വൈറ്റമിൻസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, അസൈൽ ഗ്ലിസറോൾ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാൻ ഒരു കോഡുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ആ ടേംസ് എഴുതി തരാം. ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ഫാറ്റി ആൽഡിഹൈഡ്സ് എന്നാണ്. ഫാറ്റി ആൽഡിഹൈഡ്സ്. പിന്നെ ഞാൻ എഴുതാൻ പോകുന്നത് ഗ്ലിസറോൾ. പിന്നെ കീറ്റോൺ ബോഡീസ് ആണ്. കീറ്റോൺ ബോഡീസ്. പിന്നെ ഹൈഡ്രോകാർബൺസ്. പിന്നെ ലിപ്പിഡ് സോലുബിൾ വൈറ്റമിൻസ്. ലിപ്പിഡ് സോലുബിൾ ആണ്, ഞാൻ പറഞ്ഞല്ലോ, ലിപ്പിഡ്സ് സോലുബിൾ ആവും വൈറ്റമിൻസ്. ലിപ്പിഡ് സോലുബിൾ വൈറ്റമിൻസ്. പിന്നെ പറയുന്നതെന്ന് വെച്ചാല് ഹോർമോൺ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ അസിഗ്ലിസറോളും കൊളസ്ട്രോളും ഉണ്ട്. അസിഗ്ലിസറോള് അല്ലെങ്കിൽ അസിഗ്ലിസറോളിന്റെ വേറെ പേരാണ് ഗ്ലിസറൈഡ്. പിന്നെ കൊളസ്ട്രോൾ വരുന്നുണ്ട്, കൊളസ്ട്രോൾ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതെങ്ങനെ ഓർക്കും? ഇത് ഓർക്കാൻ സിമ്പിളാ. നിങ്ങൾ ഒരു ഫാത്തിമയെ ഓർക്കുക. ഫാത്തിമ, ഫാത്തിമയുടെ ലവ് എങ്ങനെയാണ്? എന്തോ പറ്റിയ? വീട്ടില് കയ്യോടെ പൊക്കിയപ്പോ ഫാത്തിമയുടെ ഹസ്ബൻഡാണ് ഹസ്ബൻഡിന്റെ ഹോർമോണിന് എന്ത് പറ്റി? ഹോർമോണ് ആരെയാണ് നമ്മൾ പൊക്കിയത്? അസിനെയാ പൊക്കിയത്. നമ്മളെ നടി അസിനല്ലേ, അസിനെയാണ് പൊക്കിയത്. അതാണ്. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞുതരാം. ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഫാറ്റി ആൽഡിഹൈഡ്സ് എന്ന് പറയുന്നതാണ് ഫാത്തിമ. ലവ് എന്ന് പറയുന്ന എല് ലിപ്പിഡ് സോലുബിൾ വൈറ്റമിൻസ്. ഇനി എച്ച് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. എച്ച് പിന്നെ വരുന്നത് ഹോർമോൺ ആണ്. പിന്നെ ലാസ്റ്റ് എ വരുന്ന അസിഗ്ലിസറോൾ ആണ്. ഇത് കയ്യോടെ അല്ലേ പൊക്കിയ? കയ്യോടെ. ആ സി ആണ് കൊളസ്ട്രോൾ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ?
ഈ പറയുന്നതെല്ലാം ആണ് കോമ്പൗണ്ട് ലിപ്പിഡ്സിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇനി പറയുന്നത് ലിപ്പിഡ്സിന്റെ ഫംഗ്ഷൻ. ലിപ്പിഡ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ലിപ്പിഡ്സിന്റെ ഫംഗ്ഷൻ. എന്തൊക്കെ ഫംഗ്ഷൻ ആണ് നമ്മുടെ ലിപ്പിഡ്സ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലാവട്ടെ അല്ലാതെ സിസ്റ്റത്തിൽ ലിപ്പിഡ്സ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യും. അത് ഫാറ്റ്സിൽ എന്തുണ്ട്? എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ലിനോലെയിക് ആസിഡ്, ലിനോലെനിക് ആസിഡ്, അരക്കിഡോണിക് ആസിഡ്. 3 കാര്യങ്ങളാണ് ഫാറ്റിന്റെ അകത്ത് എസെൻഷ്യൽ ആയിട്ട് പറയുന്നത്. അതായത് അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ലിനോയിക് ആസിഡ്, ലിനോലെനിക് ഫാറ്റി ആസിഡ്, പിന്നെ അരക്കിഡോണിക് ആസിഡ്. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാല് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ അരയ്ക്ക് താഴെയാണ് കാല്, ലെഗ്സ് ആണ്. ലെഗ്സ് എന്ന് വെച്ചാൽ 2 കാലുണ്ട്, ഒന്ന് ലിനോലെയിക്കും ഒന്ന് ലിനോലെനിക്കും, പിന്നെയുള്ള അരക്കിഡോണിക് ആണ്. അപ്പം അങ്ങനെ കിട്ടും എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്. എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ് പോലെ തന്നെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. അത് ഞാൻ അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഇനി പറയുന്നത് ഇവരെന്ത് ചെയ്യും? സെർവ് ചെയ്യും. ഇവരെ ഒരു തെർമോ ഇൻസുലേറ്റർ ആയിട്ട് സെർവ് ചെയ്യും. ടെമ്പറേച്ചറിൽ നിന്ന് നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിനെ പ്രൊട്ടക്ട് ചെയ്യും, വൈറ്റൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യും, തെർമലി പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ഈ ലിപ്പിഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി ഫാറ്റ് കണ്ടെയ്ൻ ഓഫ് നെർവ് ടിഷ്യൂ ഈസ് വെരി ഹൈ. നമ്മുടെ ഫാറ്റ്സിൽ കാണുന്ന ടിഷ്യൂസിൽ കാണുന്ന ഫാറ്റിന്റെ നെർവ് ടിഷ്യൂ വെരി ഹൈ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ കോമ്പിനേഷൻ ഓഫ് ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്, ആ കോമ്പിനേഷന് പ്രോട്ടീനും ഫാറ്റ്സും വരുന്ന കോമ്പിനേഷന് പറയുന്ന പേരാണ് ലിപ്പോപ്രോട്ടീൻസ്. ലിപ്പോപ്രോട്ടീൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എവിടെയാണ്? സെല്ലുലാർ കോൺസ്റ്റിറ്റ്യുവൻസി വഹിക്കുന്നുണ്ട്. കാരണം സെൽ മെംബ്രെയിൻ്റെ അകത്ത് മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം എല്ലാം ഒക്കർ ആവുന്നത് നമ്മുടെ ലിപ്പോപ്രോട്ടീൻസ് കൊണ്ടാണ്. ലിപ്പോപ്രോട്ടീൻസ് ഓഫ് മെയ്ഡപ്പ് ഓഫ് ലിപ്പോപ്രോട്ടീൻസ് ആണ് നമ്മൾ സെല്ലുലാർ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയ ഇവിടെ എല്ലാം ഇരിക്കുന്നത്. ഇനി ദേ ഓൾസോ സർവ്സ് അസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ലിപ്പിഡ്സ് ഇൻ ദ ബ്ലഡ്. അതായത് വളരെയധികം നമ്മുടെ ലിപ്പിഡ്സ് ആണ് ബ്ലഡിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഈ ഫാറ്റി ആസിഡ്സിനെ ഫാറ്റ്സിനെ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ലിപ്പിഡ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലിപ്പിഡ്സിനെ പറ്റിയുള്ളതാണ്. അടുത്ത നമുക്ക് ഒരു ദിവസം ലിപ്പിഡ്സിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അതുവരെ താങ്ക് യു.